കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ SFIയുടെ പ്രതിഷേധം പുരോഗമിക്കുകയാണ്. ഇപ്പോൾ സന്തോഷ് എം വിവരങ്ങളുമായി ചേരുന്നു. സന്തോഷ്, എന്താണ് കണ്ണൂർ സർവകലാശാലയിലെ വിഷയം, സംഘർഷം? SFI നേതാക്കളെ ഒക്കെ പശ്ചാത്തലത്തിൽ കാണാം. അജിംഷാദ്, കണ്ണൂർ സർവകലാശാല യൂണിയൻ തിരഞ്ഞെടുപ്പാണ് ഇന്ന്. ഇതിൽ SFI ആരോപിക്കുന്ന കാര്യം SFI ആരോപിക്കുന്ന കാര്യം KSUവും MSFും ചേർന്ന് തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തി എന്നാണ്. മറുവിഭാഗവും ഇതേ ആരോപണം തന്നെയാണ് ഉന്നയിക്കുന്നത്. ഈ രീതിയിൽ ഈ തിരഞ്ഞെടുപ്പ് UUCകളെ അധികമായി കള്ളവോട്ട് ചേർത്തുകൊണ്ട് MSF ഉൾപ്പെടെ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ഒരു ശ്രമം നടത്തിയെന്നുള്ള ആരോപണമാണ് ഉയരുന്നത്. SFI സംസ്ഥാന സെക്രട്ടറി സഞ്ജീവ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സഞ്ജീവ്, എന്താണ് യഥാർത്ഥത്തിൽ വിഷയം? എന്താണോ? എന്താണ് യഥാർത്ഥത്തിൽ സർവകലാശാല സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു സംഘർഷം തെരഞ്ഞെടുപ്പിന് ഇല്ലാത്തതാണ്? കണ്ണൂരിൽ ഇങ്ങനെ ഒരു പ്രശ്നം നമുക്ക് ആദ്യമായിട്ടുള്ള അനുഭവമാണ്. കണ്ണൂരിൽ നമുക്ക് എല്ലാ ഘട്ടത്തിലും വളരെ സമാധാനമായി ഇലക്ഷൻ നടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പക്ഷെ എന്താണ് ഇന്നത്തെ ഒരു പ്രശ്നമൊന്നും അറിയില്ല. MSF ക്രമാതീതമായി ചില കള്ളവോട്ടുകൾ ചെയ്യാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അപ്പോൾ ഒരു പുകമറ സൃഷ്ടിച്ച് അവിടെ കള്ളവോട്ട് ചെയ്യാനുള്ള ശ്രമമാണെന്ന് അറിയില്ല. എന്നിരുന്നാലും അതിൽ വീഴാൻ SFI പ്രവർത്തകർ തയ്യാറല്ല. മാന്യമായി തെരഞ്ഞെടുപ്പ് നടന്ന് വിജയിപ്പിച്ചു പോവുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്തം. ഞങ്ങൾ ഉത്തരവാദിത്തം. ഏതായാലും ഈ SFI തിരഞ്ഞെടുപ്പ് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും മുൻകൈ എടുക്കുന്നില്ല. സമാധാനപരമായി തിരഞ്ഞെടുപ്പ് നടക്കണം എന്നുള്ളതാണ് SFIയുടെ ആഗ്രഹം. പക്ഷേ MSF കള്ളവോട്ട് ചേർത്ത് തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു ആരോപണമാണ് SFI ഇപ്പോൾ ഉന്നയിക്കുന്നത്. ഒരു ഭാഗത്ത് സർവകലാശാലയിൽ MSF KSU പ്രവർത്തകരും മറ്റൊരു ഭാഗത്ത് SFI പ്രവർത്തകരും തമ്പടിച്ചിട്ടുണ്ട്. ഇപ്പോഴും സർവകലാശാലയിൽ സംഘർഷാവസ്ഥ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. വലിയ പോലീസ് സന്നാഹം കണ്ണൂർ സർവകലാശാല ക്യാമ്പസിനകത്ത് തമ്പടിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രവർത്തകരെ ഈ ഇരുവിഭാഗങ്ങളിലുമായി തമ്പടിച്ചിരിക്കുന്ന പ്രവർത്തകരെ ഇവിടെ നിന്നും മാറ്റാനുള്ള ഒരു ശ്രമമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. കണ്ണൂർ സർവകലാശാല കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി സർവകലാശാല യൂണിയൻ SFI ആണ് ഈ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. മുഴുവൻ സീറ്റുകളിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ മുഴുവൻ സീറ്റുകളിലും SFI ആയിരുന്നു വിജയിച്ചത്. ഇന്ന് സർവകലാശാല യൂണിയനിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. വൈകുന്നേരം 3 മണിക്കാണ് ഇതിന്റെ വോട്ടെണ്ണൽ ഉൾപ്പെടെ ആരംഭിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ഈ സർവകലാശാല ക്യാമ്പസിൽ ഇത്തരത്തിലുള്ള ഒരു സംഘർഷം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് KSUവിൻ്റെയും MSFിൻ്റെയും പ്രവർത്തകരാണ് ഒരു ഭാഗത്ത് വീണ്ടും സംഘർഷമുണ്ടാക്കി സർവകലാശാല ക്യാമ്പസിനകത്തേക്ക് തള്ളിക്കടക്കാനുള്ള ശ്രമം ഉൾപ്പെടെ നടക്കുന്നത്. ഏതായാലും നിലവിൽ വലിയ ഒരു പോലീസ് സന്നാഹം തന്നെ ക്യാമ്പസിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. അജിംഷാ, തീർച്ചയായും ഈ താവക്കര ക്യാമ്പസിലെ ഈ ചെറുശ്ശേരി ഓഡിറ്റോറിയത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അവിടേക്കാണോ MSF പ്രവർത്തകർ അതിക്രമവുമായി എത്തിയതും SFIക്ക് പ്രതിരോധിക്കേണ്ടി വന്നതുമായ ഒരു സാഹചര്യം? തിരഞ്ഞെടുപ്പ് ഇപ്പോഴും നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ആ ഭാഗത്തേക്ക് ഈ MSF പ്രവർത്തകർ ഉൾപ്പെടെ പ്രവേശിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ പോലീസ് തടയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഏറ്റവും പ്രധാനമായും പുറമെ നിന്നെത്തിയവർക്ക്, അതായത് വോട്ടില്ലാത്ത ആളുകൾക്ക് ഈ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലത്തേക്ക് പ്രവേശനം അനുവദിക്കുന്നില്ല എന്നുള്ള നിലപാടാണ് എന്നുള്ളതാണ് ഇവിടെയുള്ള നിബന്ധന. എന്നാൽ അങ്ങനെയുള്ള ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്നായി ആ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിനിടയാക്കിയിട്ടുള്ളത്. സാധാരണഗതിയിൽ ഈ തെരഞ്ഞെടുപ്പ് കണ്ണൂർ സർവകലാശാലയിൽ SFIക്ക് വളരെ വ്യക്തമായിട്ടുള്ള ആധിപത്യമുള്ള ഒരു ക്യാമ്പസാണ്. എല്ലാ സീറ്റുകളിലും SFI വിജയിക്കുന്ന ഒരു സർവകലാശാല കൂടിയാണ് കണ്ണൂർ സർവകലാശാല. അവിടെ MSF ഇത്തവണ കള്ളവോട്ട് ചേർക്കുകയും കള്ളവോട്ട് ചെയ്യാനുള്ള ശ്രമം നടത്തി. അതായത് UUCമാർക്കാണ് വോട്ട് ഉള്ളത്. അവിടെ വ്യാജമായി വോട്ട് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തി. അതിനായി ഈ വോട്ടെടുപ്പിൻ്റെ സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ തടയേണ്ടുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് SFI പറയുന്നത്. ഏതായാലും നിലവിലിപ്പോൾ വലിയ സംഘർഷമില്ല എങ്കിൽ കൂടിയും രണ്ട് ഭാഗത്തും MSFിൻ്റെയും ഒരു ഭാഗത്ത് MSFിൻ്റെ KSUവിൻ്റെയും MSFും KSUവും സഖ്യമായാണ് മത്സരിക്കുന്നത്. UDSF ആയിട്ടാണ് മത്സരിക്കുന്നത്. SFI ഒരു ഭാഗത്തുണ്ട്. ഏതായാലും ഇപ്പോഴും ഒരു നേരിയ സംഘർഷത്തിൻ്റെ സാഹചര്യം തന്നെയാണ് ഈ താവക്കരയിൽ, കണ്ണൂർ സർവകലാശാലയുടെ താവക്കരയിലുള്ള സർവകലാശാല ആസ്ഥാനത്തുള്ളത്. അജിംഷാ, തീർച്ചയായും SFI പ്രവർത്തകർ പറയുന്നുണ്ട്. സഞ്ജീവ് അതേ സംബന്ധിച്ച് സൂചിപ്പിക്കുകയും ചെയ്തു. എന്തൊക്കെയാണ് അവർ ഇപ്പോൾ ഉന്നയിക്കുന്ന ആക്ഷേപം KSU MSF പ്രവർത്തകർക്കെതിരെ?
തീർച്ചയായും SFI സംസ്ഥാന സെക്രട്ടറി സഞ്ജീവ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഇവിടെ ഉണ്ട്. സഞ്ജീവ് അല്പസമയം മുമ്പ് നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് കണ്ണൂർ സർവകലാശാലയിൽ SFIക്ക് വളരെ ഏതെങ്കിലും തരത്തിൽ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സംഘർഷമുണ്ടാക്കി തിരഞ്ഞെടുപ്പ് വിജയിക്കേണ്ട സാഹചര്യമുള്ള ഒരു സർവകലാശാലയല്ല. വളരെ വ്യക്തമായിട്ടുള്ള മേധാവിത്വം SFIക്കുള്ള സ്ഥലമാണ്. എന്നാൽ ഈ സാധാരണഗതിയിൽ ഈ തിരഞ്ഞെടുപ്പുകൾ കണ്ണൂർ സർവകലാശാലയിൽ ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാകാറുമില്ല തിരഞ്ഞെടുപ്പിൽ. അത് ഈ തവണ ഈ വ്യാജമായി MSF വോട്ട് ചെയ്യാൻ കള്ള വോട്ട് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തി. അതിനായി പുറമെ നിന്നും ധാരാളം ആളുകൾ ഈ ക്യാമ്പസിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. അതാണ് സംഘർഷത്തിനിടയാക്കിയത്. മാത്രമല്ല ഇത്തരത്തിലുള്ള ഒരു സംഘർഷമുണ്ടാക്കി ജയിക്കില്ല എന്നുള്ള കാര്യം മനസ്സിലായപ്പോൾ സംഘർഷമുണ്ടാക്കി തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനും തിരഞ്ഞെടുപ്പ് അലങ്കോലമാക്കാനുമുള്ള ഒരു ശ്രമമാണ് MSFൻ്റെ ഈ ഭാഗത്തുനിന്ന് KSUവിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് SFI നേതാക്കൾ ആരോപിക്കുന്നത്. അജിംഷ.